നമസ്കാരം. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റലായ റായ്പൂരിലുള്ളത്. ഞങ്ങൾ ഇന്ന് ഛത്തീസ്ഗഡിന്റെ മറ്റൊരു പ്രധാന സ്ഥലമായ ബിലാസ്പൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഈ ബിലാസ്പൂരിലേക്ക് പോകുന്ന ട്രെയിൻ നമുക്കിവിടുന്ന് 8:30 രാവിലെ ഉള്ളത്. അത് അമൃത്സറിൽ നിന്ന് വരുന്ന ഛത്തീസ്ഗഡ് എക്സ്പ്രസ്, ഈ ഒരു സംസ്ഥാനത്തിന്റെ പേരിലുള്ള വണ്ടി തന്നെയാണ്. അതിപ്പോഴെത്തൂല. സമയം ഇപ്പോൾ കറക്റ്റ് 6:40. ഇതാണ് റായ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് റായ്പൂർ. റായ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് വെറും 6 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം കറക്റ്റ് 6:43. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നല്ലൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇതിൻ്റെ രാത്രിയൊക്കെ നല്ല ലൈറ്റിങ് അവിടെ കണ്ടോ, റായ്പൂർ എന്നൊക്കെ എഴുതിയത്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഇവിടെ തന്നെ ആയിട്ട് ഒരുപാട് ഓട്ടോറിക്ഷകൾ നിർത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ ഓട്ടോകളും. അതുപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് വരുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്കുള്ളൊരു ഭാഗം അതാണ്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുന്നിൽ തന്നെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. നമ്മളിനിപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് നടന്നു പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് നേരെ തൊട്ട് മുന്നിലായി കാണുന്ന ഇവിടെ തന്നെ ഉള്ളത് ഹനുമാൻ ടെമ്പിൾ. ഞങ്ങൾ റായ്പൂർ അന്ന് വന്ന സമയത്തും ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗേറ്റ് നമ്പർ 1. ഈ ഒരു പുറത്ത് ഒരുപാട് നമുക്ക് ബാറ്ററി വണ്ടികളൊക്കെ കാണാം. ഒരുപാട് ഹോട്ടലൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്. രാവിലെ റായ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്. അതുപോലെ നമ്മുടെ ഫ്ലാഗ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതുവഴി നമുക്കിറങ്ങാം. ഓട്ടോ ഒക്കെ കണ്ട. ഈ ഒരു ഓട്ടോയിൽ എങ്ങനെ കൂടിപ്പോയാലും ഒരു 10 ആളെങ്കിലും പോകും. നമ്മുടെ നാട്ടിൽ ഒരു 5-6. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എത്രയുണ്ടോ അത്രയും പോകും. പുറകിൽ വരെ ഇരിക്കാം നമുക്ക്. CG. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചത് ഈ ഒരു ഭാഗത്തായിരുന്നു. അവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഇതിലൊരു നല്ലൊരു ഹോട്ടലിൽ കയറി രാത്രിക്ക് ഫുഡ് കഴിച്ചു. ഇങ്ങോട്ടൊക്കെ സ്ട്രീറ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ സ്ട്രീറ്റ് ഫുഡ്. ഇവിടെ കണ്ട വണ്ടികളൊക്കെ ഒരുപാട് നിർത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ തന്നെ ഏറ്റവും വലിയ നഗരമാണ് ഈ ഒരു റായ്പൂര്. ഞങ്ങൾ ഈ ഒരു ഭാഗം വരെ വന്നതാണ്. ഇനി വീണ്ടും തിരിച്ചു തന്നെ നടക്കലായി. കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, കാരണം 7 മണി പോലും ആയില്ലല്ലോ. നല്ല റോഡ് തന്നെയാണ്. ഇത് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നേരത്തെ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ പോയില്ല. ഇത് ഈ ഒരു ഭാഗത്തേക്കൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ. മൊത്തം പൊടിയും വേസ്റ്റും മാത്രമാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ. ജസ്റ്റ് ഒന്ന് ഇവിടത്തേക്ക് വന്നതേ ഉള്ളൂ. ആ റെയിൽവേ സ്റ്റേഷൻ നേരെ ഇറങ്ങി വരുന്ന ഒരു വലത്തേക്കുള്ള ഒരു ഭാഗമായത്. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. കഴിഞ്ഞ ദിവസം രാത്രിക്കാണ് ഞങ്ങൾ റായ്പൂർ എത്തിയത്. ഞങ്ങൾ താമസിച്ചത് ഇവിടുത്തെ റിട്ടയർ റൂമിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ റെയിൽവേൻ്റെ റിട്ടയർ റൂമാണ്. അത് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ടെർമിനലൊക്കെ കാണാൻ നല്ല രസമില്ലേ. നല്ല ഡിസൈനിങ്ങാണ്. ഇതുവഴി തന്നെ കയറി അകത്തോട്ട് കയറാം. രാവിലെ തന്നെ ഒരുപാട് വണ്ടികളൊക്കെ വരാനുണ്ടല്ലോ. അതിൻ്റെ തിരക്കാണ് നിങ്ങളീ കാണുന്നത്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇനിയിപ്പോൾ ഈ ഒരു 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. നേരെ അങ്ങോട്ട് തന്നെ പോവാം. സമയം കറക്റ്റ് ഇപ്പോൾ 7:03. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ, വരാനുണ്ട് അത്ര. വേ ടു റിട്ടയറിംഗ് റൂം. ഈ ഒരു സ്റ്റെപ്പ് കയറി പോവാൻ. റിട്ടയർ റൂമിൻ്റെ കാര്യമൊക്കെ ഇവിടെയാണ് കാണിക്കേണ്ടത്. നമ്മുടെ റൂമും ഡോർമെട്രി ഒക്കെ ഉള്ളത് ഈ ഒരു ഭാഗമാണ്. ഞങ്ങൾ ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. നമ്മുടെ ആ ഒരു ക്ഷേത്രമൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. നമ്മുടെ റൂം വരുന്നത് 4, റൂം നമ്പർ 4. ഈ കാണുന്ന ഇതാണ് നമ്മുടെ റൂം, നോൺ AC റിട്ടയറിംഗ് റൂം. റായ്പൂർ റെയിൽവേ സ്റ്റേഷനിലത്തെ നോൺ AC ഡബിൾ ബെഡ്റൂമാണ് ഇത്. പിന്നെ ഇവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്ന് പറയാം. പിന്നെ ഇവിടെ വലിയൊരു മിററുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെയറുണ്ട്. ഇവിടെ ഒരു ടേബിളുണ്ട്. പിന്നെ ബെഡിൻ്റെ കാര്യം പറയുമ്പോൾ പില്ലോയിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതക്കേണ്ട ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ വേണമെന്നില്ല, കാരണം നല്ല ചൂടാണല്ലോ. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് ഒരു കൂളറാണ്. ഈ ഒരു ഫാൻ ഉണ്ടല്ലോ, ഇവിടെ 2 ഫാൻ ഉണ്ട്. അതിന് പുറമെ തന്നെ ഇത് ഓണാക്കിയിട്ടുണ്ട്.
നല്ല കാറ്റാണ്, രാത്രിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഡയറക്റ്റ് ഇവിടത്തോട്ട് തന്നെയാണ് വരുന്നത്. അത് നമുക്കിപ്പോൾ വേണ്ട, കാരണം അത് ഓഫാക്കി. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് പറയേണ്ടത്. നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഇവർ തന്നത് ഈ ഒരു പാക്കിങ്ങിലാണ്. റായ്പൂർ ഡിവിഷൻ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ട് നമുക്ക് കാണാം. ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് ടോയ്ലറ്റ്, ഇത് ബാത്റൂം. അതുപോലെ തന്നെ നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഈ റായ്പൂരിൽ ഞങ്ങൾ ഇവിടെ ഈ ഒരു റൂം എടുത്തിട്ടുള്ളത് 12 മണിക്കൂറാണ്. ഇവിടെ 24 മണിക്കൂറും കിട്ടും, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. മാക്സിമം 48 hours ആണ്, അതായത് 48 മണിക്കൂറാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ ഡോർമെട്രി ഉണ്ട്. ഡോർമെട്രി ഒക്കെ നല്ല രീതിയിൽ ചീപ്പാണ് കേട്ടോ. ഒരു 90-100 രൂപ അത്രേ വരുന്നുള്ളൂ. അത് മാത്രമല്ല, പിന്നെ വെച്ചാല് നമ്മളിവിടെ റായ്പൂർ ഒരു നൈറ്റ് എത്തിയത്, ആ സമയത്ത് നമ്മൾ പുറത്ത് വല്ല റൂം എടുക്കുവാണെങ്കിൽ ഒരു 600-700 ആ ഒരു റേഞ്ചിലായിരിക്കും റൂം കിട്ടുക. പക്ഷെ നമുക്ക് ഇവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഇത് തന്നെ ധാരാളമാണ്. 380 രൂപയാണ് ഈ പറഞ്ഞ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫെയർ. പിന്നെ നമ്മൾ അതിന്റെ GST ചാർജ് ഒക്കെ കൂടിയിട്ട് 404 രൂപയെ ഞങ്ങൾക്ക് 2 പേർക്കും 12 മണിക്കൂർ ഇവിടെ നൈറ്റ് 8 to ഇന്നിപ്പോ രാവിലെ 8 മണി വരെ നമ്മൾ അതിന്റെ ടൈം വരുന്നത്. ഇവര് അങ്ങനെ റെയിൽവേന്റെ ടൈം ഇവിടുത്തെ ഓരോ റെയിൽവേ സ്റ്റേഷൻ ചെക്കിനും ചെക്കൗട്ടും അവർ നിശ്ചയിക്കുന്ന ടൈമാണല്ലോ. റായ്പൂരിൽ അങ്ങനെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അടിപൊളി കംഫർട്ടാണ്. ഞങ്ങൾ കയറി കഴിഞ്ഞാടുണ്ടല്ലോ നല്ല ചൂടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് നല്ല മഴയാണ്, ഇവിടെ എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അപ്പം ഫാനോ ഈ പറഞ്ഞ കൂളറോ ഇടാനൊന്നും രാത്രി കിടക്കാൻ പറ്റില്ല. അല്ല, ഈ ഫാൻ മാത്രം ഇട്ടിട്ട് കാര്യമില്ല, കാരണം ഇതിന് വലിയ കാറ്റൊന്നും കിട്ടുന്നില്ല. ആ കൂളറിനാണ് നല്ല തണുപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ കയറി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു നോൺ AC ആണല്ലോ, നല്ല കൊതുകോ മൂട്ടിയൊക്കെ ഉണ്ടാകും ഇതിലൂടെ വരുന്നല്ല വിചാരിച്ചു. പക്ഷെ രാത്രിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ, നല്ല സുഖകരമായിട്ട് തന്നെ കിടന്നുറങ്ങി. ഇനിയിപ്പോ നമുക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് 8 മണിക്ക് ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. 8:20 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ട്രെയിൻ വരും. ആ വണ്ടി എന്ന് ലേറ്റ് ആവുന്ന വണ്ടിയാണ്, പക്ഷെ ഇന്നെന്തോ ഭാഗ്യം 10 മിനിറ്റ് അങ്ങാടെ ലേറ്റിൽ വരും. ആ ട്രെയിനിൽ കയറുമ്പോ വലിയൊരു കാര്യമുണ്ട്, പ്ലാറ്റ്ഫോം എന്ന് പറയാം. റിട്ടയറും ഒക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പൊ ഒരു വണ്ടി വരും, ബിലാസ്പൂർ നാഗ്പൂർ വന്ദേ ഭാരത്. ആ ഒരു ട്രെയിൻ വരുന്നത് നമുക്കൊന്ന് കാണാം. ബിലാസ്പൂരിൽ നിന്ന് രാവിലെ 6:45 പുറപ്പെട്ട വന്ദേ ഭാരതാണ്. നാഗ്പൂര് ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തും. ദുർഗ് ജംഗ്ഷന്ന് അറ ജംഗ്ഷനിലേക്ക് പോകുന്ന സൗത്ത് ബിഹാർ എക്സ്പ്രസ് ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണ്. നല്ല പേരല്ലേ, സൗത്ത് ബിഹാർ എക്സ്പ്രസ്. അൺറിസർവ്ഡിലൊക്കെ നല്ല റഷാണ്. ഇതങ്ങ് പോയി. റായ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടലി 7 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതാണ് ലാസ്റ്റ് പ്ലാറ്റ്ഫോം. ഇവിടെ 6ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പൂനെ ഹൗറ ദുരന്തോ എക്സ്പ്രസ് വരുന്നുണ്ട്. ഇത് ഫുൾ AC വണ്ടിയാണ്, AC ദുരന്തോ. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. നമുക്ക് പോകാനുള്ള ഛത്തീസ്ഗഡ് എക്സ്പ്രസ് വരുന്നത് അമൃത്സർ ജംഗ്ഷൻ എന്നാണ്. അവിടുന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4:10 എടുത്ത വണ്ടിയാണ്. ഇവിടെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എത്തുന്നത്. ഇന്നത്തെ ഒരു ദിവസം നോക്കുവാണെങ്കിൽ വണ്ടി വലിയ ലേറ്റ് ഒന്നുമില്ല. ഈ വണ്ടി എപ്പോഴും ഉണ്ടല്ലോ മണിക്കൂർ കൂടുതൽ ലേറ്റ് ആയി ഓടുന്നൊരു വണ്ടിയാണ്. അത് ഞങ്ങളുടെ ഭാഗ്യം. കാരണം ഞങ്ങൾ ഇതിൽ കറന്റ് ബുക്കിംഗ് എടുത്തത് ഇന്നലെ ശനിയാഴ്ച വൈകിട്ട് ഒരു 8 മണി 7 മണിയോട് കൂടിയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. രാവിലെ ഇന്ന് നോക്കുവാണെങ്കിൽ ടിക്കറ്റ് ഒന്നും കിട്ടൂല, അവൈലബിൾ ആണ്. ആ സമയത്ത് ഈ ട്രെയിനിന്റെ റണ്ണിങ് സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് കാണിച്ചാൽ ഇതാ, ഒരാൾക്ക് S1 ഒരാൾക്ക് S4, അതായത് വേറെ വേറെ കോച്ചല്ലേ, 3 കോച്ചുകൾ വ്യത്യാസമായിട്ടാണ് കിട്ടിയത്. എന്തൊരു അവസ്ഥ നോക്കണേ. गाड़ी संख्या 182338 अमृतसर से चलकर छत्तीसगढ़ एक्सप्रेस बिलासपुर को जाने वाली कुछ ही समय पे प्लेटफॉर्म क्रमांक 6 पर आ रही है.
Number 1, നമ്മുടെ ട്രെയിൻ ഇതാ വന്നിരിക്കുകയാണ്. 238 Chhattisgarh Express. Amritsar, Chhattisgarh Express, bound to Bilaspur, is arriving shortly on platform number 6. Gadi Sankhya നമുക്ക് S1 S4 തിരക്കേതിലാന്ന് ഇല്ലാത്ത അതിൽ കയറാം കേട്ടോ. Amritsar, 2 കോച്ചിൽ വേണം കയറാലോ. Chalkar, Chhattisgarh Express, Bilaspur जाने वाली कुछ ही समय में प्लेटफॉर्म क्रमांक 6 पर आ रही है. Number 18238 coming from Amritsar, Chhattisgarh Express, bound to Bilaspur. S1 ഒക്കെ ഈ ഒരു ഭാഗത്താ. On platform number 6. വണ്ടിയിൽ തിരക്കുണ്ട്. അപ്പൊ നമുക്ക് S1 കയറണ്ട, गाड़ी संख्या S4 കയറാം. 8238 अमृतसर से ഈ ഒരു ട്രെയിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അമൃത്സറിൽ നിന്ന് ബിലാസ്പൂരിലേക്കാണ് ഈ ട്രെയിൻ വരുന്നത്. പക്ഷെ തിരിച്ചിത് ബിലാസ്പൂരിൽ നിന്നല്ല അമൃത്സറിലേക്ക് പോകുന്നത്. ഗവ്ര റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് അമൃത്സറിലോട്ട് പോകുക. അത് കോർബേൻ്റെ അടുത്താണ്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല. ഓ, നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടിയിൽ. 24 പോയിരിക്കാം. 24 നമ്മുടേത്. 24 വരുമ്പോൾ ഇവിടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കോച്ചുള്ളത് S1 S4 ആണല്ലോ. ആ 2 കോച്ചിലും കയറിയില്ല, കാരണം നല്ല റഷായിരുന്നു. പിന്നെ വൃത്തി ഒട്ടുമില്ല. S1 ഉള്ളത് അൺറിസർവ്ഡ് ക്ലാസ്സിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് S3യിലാണ്. S3ൻ്റെ ഈ ഒരു ക്യാബിൻ്റെ ഈ ഒരു ഭാഗത്ത് ആളില്ല. 3 റോ സീറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. വണ്ടി ഒരു വൃത്തിയില്ല എന്ന് തന്നെ പറയാലോ നവി. വൃത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്ന് വെച്ചാൽ ഈ വണ്ടി ഓൾറെഡി അമൃത്സറിൽ നിന്ന് ഒരുപാട് വളഞ്ഞിട്ടാണ് വരുന്നത്. കാരണം നേരത്തെ പറഞ്ഞു ഒരുപാട് വെള്ളിയാഴ്ച പുറപ്പെട്ടിട്ട് ഞായറാഴ്ച ഇവിടെ എത്തുന്നതിന് അത്രയും വളഞ്ഞ് വരുന്നതുകൊണ്ടാണ് അത്രമാത്രം പാസഞ്ചേഴ്സ് കയറുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് വൃത്തിൻ്റെ വിഷയം. പിന്നെ അതുപോലെ തന്നെ 145 രൂപയാണ് ഇവിടുന്ന് നമുക്ക് ബിലാസ്പൂർ വരെ, റായ്പൂരിൽ നിന്ന് ബിലാസ്പൂർ വരെ വന്ന ടിക്കറ്റ് ചാർജ്. 8:52 ഇവിടെ റായ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ബിലാസ്പൂർ എത്തുന്നതിന് മുന്നേ തന്നെ 2 റെയിൽവേ സ്റ്റേഷൻ കൂടെ കഴിയാനുണ്ട് നമുക്ക്. റായ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനോട് വിടാം. ഇവിടേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. പഴയ ICF കോച്ച്. നമ്മൾ നേരെ കോർബ ലൈനിലേക്ക് കയറിയിരിക്കുകയാണ്. ബിലാസ്പൂർ കോർബ. ഈ റൂട്ട് നേരെ വിജയനഗരം, അതായത് വിശാഖപട്ടണം റൂട്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം സമുദായ എക്സ്പ്രസ്സിന് വന്നത് ഈ ഒരു റൂട്ട് വഴിയാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു റൂട്ടായത്. നമ്മളെല്ലാവരും ഈ റെയിൽ നീർ വാങ്ങിയ ശേഷം, ഇനി റെയിൽ നീറല്ല, ഏതൊരു കുപ്പിയിൽ വെള്ളം വാങ്ങിച്ചാലും അവസാനം കുടിച്ചിട്ട് പുറത്തേക്ക് ചാടും. ഈ ഒരു നമ്മുടെ ഈ ഒരു ഇതൊക്കെ അടപ്പൊക്കെ അടച്ച് നല്ല രീതിയിൽ. ഇത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ക്രഷ് ദ ബോട്ടിൽ ആഫ്റ്റർ ദ യൂസ്. അതായത് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ശേഷം ഈ ഒരു അടപ്പിൽ ഈ ഒരു ഇതില്ലേ, ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക, ഫോൾഡ് ചെയ്ത് ഈ ഒരു രീതിയിലാക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവർക്ക്
റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് ഇത് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ആക്കണം നിങ്ങൾ ആ കുപ്പികളൊക്കെ. എന്താ പറയുക, ഇത് നമുക്ക് ഒടിച്ച് പൊട്ടിച്ച് കളയൊന്നും വേണ്ട. ഇതിൻ്റെ അകത്തേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ ഒരു കുപ്പിയും കൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനുകളാണ്. നമ്മൾ കോർബയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കോർബ എക്സ്പ്രസിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഛത്തീസ്ഗഡ് ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക റെയിൽവേക്ക് ലാഭം കിട്ടുന്നത് ഈ ഒരു കൽക്കരി കൊണ്ടുപോകുന്നതിലൂടെ തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ തിൽജ നിയോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റായ്പൂർ കഴിഞ്ഞ ശേഷം ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ്. അണ്ടർഗ്രൗണ്ടിൽ കയറുന്നുണ്ടെങ്കിൽ ആൾക്കാർ കയറും, സ്ലീപ്പർ ക്ലാസ്സിലൊന്നും കയറില്ല. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമായത്. തെൽഡ നിയോറല്ല, നെവ്ര എന്നാണ്. അത് ഇംഗ്ലീഷ് വായിച്ചുകൊണ്ട് അങ്ങനെ മാറിപ്പോയതാണ്. ഇതൊക്കെ കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനുകളാണ്. ഇവിടെ തന്നെ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഛത്തീസ്ഗഡ് എക്സ്പ്രസിൻ്റെ ആ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ തന്നെയാണ് നവീനുള്ളത്. വണ്ടി ഏകദേശം ഇതിൻ്റെ അകത്ത് ഇവിടുന്ന് ആരുമില്ല അല്ലേ? ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു, അവരെ ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു 2 സ്റ്റേഷൻ കൂടെ കഴിഞ്ഞു. പക്ഷെ വണ്ടി പോകുന്നത് വളരെ പതുക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ അങ്ങനെയാണ് ഈ ഒരു സോണിൽ. കാരണം പാസഞ്ചർ ട്രെയിനുകൾ ഇപ്പോൾ മണിക്കൂറുകൾ ലേറ്റായി ഓടിക്കൊണ്ടിരിക്കും. ബിലാസ്പൂർ ഡിവിഷൻ്റെ കീഴിലൊക്കെ. ഇവിടത്തേക്കൊരു എന്താ ശതാബ്ദിയോ, കോർബ റായ്പൂർ, കോർബയിൽ നിന്ന് റായ്പൂരിലേക്ക് വരുന്നൊരു ട്രെയിൻ. ഇത് നോക്കിയില്ല, മിക്കവാറും ഇത് ഇൻ്റർസിറ്റിയോ ജനശതാബ്ദി അങ്ങനെ ഏതൊക്കെ ആയിരിക്കാം. റിസർവ്ഡ് ഇല്ല വണ്ടിയാണ്. അങ്ങനെ ഇവിടെ നിന്നും വണ്ടി എടുത്തിരിക്കുകയാണ്. നെവ്ര. ഇത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മാറിപ്പോയി. നമ്മൾ ഇതിനകത്തെ കാഴ്ചകൾ പറഞ്ഞാൽ ഈ ഒരു കോച്ച് പിന്നെയും വൃത്തിയുണ്ട് കേട്ടോ. എന്നാലും ഒപ്പിക്കാം. ഇവിടെ നമ്മളിരിക്കുന്നത് ഇതേ ഇവിടെയാണ്. എന്നാലും ഈ ഒരു മറ്റേ S1 S4 എത്ര ബെറ്റർ കോച്ച് S3 തന്നെ അല്ലേ? ഇത് നല്ല മഴക്കാരാണ് ഈ ഒരു ഭാഗത്തേക്ക്. പക്ഷെ മഴ പെയ്യുന്നൊന്നുമില്ല. കുറേ നേരമായി റായ്പൂർ മുതൽ തന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഈ മുൻഭാഗത്ത് മുഴുവനും കൃഷിപ്പാടങ്ങളാണ്. ഭംഗിയില്ല ഇതൊക്കെ കാണാൻ. ട്രെയിൻ 100 km/h താഴെ മാത്രമേ പോകുന്നുള്ളൂ. അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എത്താനായി. 100. ഇതുവഴി ഒരു ട്രാക്കൊക്കെ ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ ബട്ടാപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം കറക്റ്റ് 10 മണി. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. ബട്ടാപ്പാറ. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. എന്തോ പ്ലാറ്റ്ഫോം ആയിട്ട് കിട്ടുന്നതാണെന്ന് തോന്നുന്നു. ഗുഡ്സിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. കൽക്കരി.
ഭിവാനിയ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ. ഇവിടെ ഒന്നും സ്റ്റോപ്പൊന്നുമില്ല. ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന ഛത്തീസ്ഗഡ് എക്സ്പ്രസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം 1977 ആ സമയത്ത് ഈ ട്രെയിനിന്റെ പേര് ഛത്തീസ്ഗഡ് എന്നല്ല, കാരണം അന്ന് ഈ സ്റ്റേറ്റ് രൂപീകരിച്ചില്ല. മധ്യപ്രദേശിന്റെ ഒന്നിച്ചാണല്ലോ. 2000 മധ്യപ്രദേശിൽ സ്റ്റേറ്റിൽ നിന്ന് മാറി ഛത്തീസ്ഗഡ് വന്നത്. അപ്പം അതുവരെ ആ ട്രെയിനിന്റെ പേര് അറിയപ്പെട്ടത് അഞ്ചൽ എക്സ്പ്രസ് എന്നാണ്. അപ്പം അന്ന് ബിലാസ്പൂരിൽ നിന്ന് ഭോപ്പാലിലെ ഹബീബ്ഗഞ്ചിലേക്കാണ് ട്രെയിൻ സർവീസ് ഉണ്ടായത്. പിന്നീട് 1987 ഈ പറയുന്ന ഭോപ്പാലിൽ നിന്ന് ട്രെയിൻ ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് 1990 ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ അമൃത്സർ ബിലാസ്പൂർ വണ്ടിയായിട്ട് ഓടിത്തുടങ്ങിയത്. 2018-2019 സമയത്താണ് ബിലാസ്പൂരിൽ നിന്ന് വണ്ടി ഗവ്ര റോഡിലേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തത്. ഗവ്ര റോഡ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ബിലാസ്പൂർ കോർബ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം കോർബയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തും അതെന്ന് വെച്ചാൽ ഒരു കൽക്കരിക്ക് ഖനനം ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ നിലവിൽ ഇന്നായാലും ഇപ്പോൾ അടുത്തായാലും ഈ പറഞ്ഞ ഗവ്ര റോഡിലേക്കും ഈ ട്രെയിൻ പോകുന്നില്ല. കോർബയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നെയിം ബോർഡിലൊക്കെ അങ്ങനെ പേരുണ്ടെങ്കിലും വണ്ടി കോർബ ടു അമൃത്സർ എന്നാണ് അറിയപ്പെടുന്നത്. തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ അമൃത്സർ ടു ബിലാസ്പൂർ. ട്രെയിൻ ഇപ്പോൾ ബിൽഹ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള ബിലാസ്പൂർ, ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ്. അവിടത്തേക്ക് 15 കിലോമീറ്റർ. പിന്നെ ഈ ഒരു ട്രെയിൻ റേക്ക് ഷെയറിംഗ് ഉണ്ട്. അതായത് ഈ ഒരു പോകുന്ന നേരത്തെ പറഞ്ഞ സ്ഥലം തന്നെ ഗവ്ര റോഡിലോട്ടുള്ളൊരു പാസഞ്ചറായിട്ട് ബിലാസ്പൂരിൽ നിന്ന് പോകും. അതിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 08210 ഇനിയിപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്. ഹൗറയിൽ നിന്ന് പൂനെയിലേക്ക് പോകുന്ന ആസാദ് ഹിന്ദ് എക്സ്പ്രസ്. അത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്താനായി. റായ്പൂരിൽ നിന്നും 110 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ബിലാസ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 11:10 ബിലാസ്പൂർ ജംഗ്ഷൻ. ഇവിടെയാണ് പ്ലാറ്റ്ഫോം. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം ആയത് 2ലേക്കാണ് നമ്മുടെ വണ്ടി വരുന്നത്. $182.38. ബിലാസ്പൂരിൽ 2ലാണല്ലോ നമ്മുടെ വണ്ടി വന്നത്. 3ഉം 4ഉം 5ഉം ഇവിടെയാണ്. അതുപോലെ തന്നെ 6ഉം 7ഉം 8ഉം 1ഉം അത് ആ ഒരു ഭാഗത്തേക്കാണ്. ഇപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതുവഴി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അതുവഴി പുറത്തേക്ക് ഇറങ്ങാം. ബിലാസ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അതുവഴിയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയത്. അവിടെ ഏതാ ബിലാസ്പൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ. അതുപോലെ തന്നെ 6, 7, 8 അതൊക്കെ അങ്ങ് അവിടെയാണ്. പിന്നെ നമ്മുടെ റായ്പൂരിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഛത്തീസ്ഗഡ് എക്സ്പ്രസിൻ്റെ യാത്രയും നമ്മുടെ റായ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ റിട്ടയർ റൂമും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. പക്ഷേ ഒരു ചെറിയൊരു യാത്രയായിരുന്നു. ഈ ഛത്തീസ്ഗഡ് എക്സ്പ്രസ് നമുക്ക് എൻഡ് ടു എൻഡ് യാത്രയൊന്നും ഒരിക്കലും സ്ലീപ്പറിൽ പോസിബിൾ അല്ല. തിരക്കാന്ന്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് വളഞ്ഞെന്നല്ല,
ശരിക്കും പറഞ്ഞാൽ നിർത്തി ഒരുപാട് സ്റ്റോപ്പുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ എത്താനുള്ള ദൈർഘ്യം കൂടും, സമയം കൂടുതൽ. അതാണ് ഈ ട്രെയിനിന്റെ മെയിൻ വിഷയം. നമ്മൾ ഇന്ന് വന്ന സമയം എന്ന് വെച്ചാൽ വലിയ ലേറ്റ് ഒന്നുമല്ല. ഈ വണ്ടി എന്തോ വലിയ ഭാഗ്യം. മണിക്കൂർ ഞങ്ങൾ കണ്ടല്ലോ, എറണാകുളം പട്ടണ വണ്ടിക്ക് വാരണാസി പോകുന്ന സമയത്ത് ഈ വണ്ടി വഴിക്കുന്നത് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, മധ്യപ്രദേശ്. അന്ന് തന്നെ 10-15 മണിക്കൂർ ഡിലേ ആയിട്ട് ആ ട്രെയിൻ അന്ന് ഓടുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.